ഹലോ. ഹലോ ഹലോ നന്ദിത. ആ, ആ. ഞാൻ അല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഉം, ശല്യപ്പെടുത്തരുത്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു? ഞാൻ ശല്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചല്ല നന്ദിത. ഞാനേ എത്ര നേരം ഇപ്പം കോള് ചെയ്ത് ഒരു കോള് പോലും നീ എടുത്തില്ലല്ലോ. നീ എന്റെ ഫോൺ നോക്കി എത്ര റിങ് ചെയ്ത്. അതെന്താ നീ നമ്മുടെ ഫോണ് മാത്രം എടുക്കാതെ? അല്ല നീ നമ്പർ മാറ്റി വിളിച്ചാല് എനക്ക് മനസ്സിലാവുന്നില്ലാന്നോ ചോദിച്ചേ? നമ്പർ മാറ്റി വിളിക്കൊന്നുമല്ല, ഇത് എനിക്ക് രണ്ട് നമ്പർ ഉണ്ട്. അല്ലാണ്ട് അല്ല നിന്നെ നീ പറ്റിക്കാൻ വേണ്ടി നമ്പർ മാറ്റി വിളിക്കുന്നൊന്നല്ല ഞാൻ. അല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ നീ പറഞ്ഞിടക്ക് വരൂലെന്ന്. ഇതൊരു ശല്യല്ലല്ലോ. ഞാൻ പറഞ്ഞിടത്ത് നീ വരൂലെങ്കിൽ നീ പറ ഒരു സ്ഥലം, ഞാൻ അങ്ങോട്ട് വരാലോ. എനക്ക് പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. അത് ശരി. അപ്പോ പിന്നെയും നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നീ പറ്റൂല എന്ന് പറഞ്ഞാലും എന്റെ ഒരു ആഗ്രഹമല്ലേ അത്. ഉം. നിന്റെ ആഗ്രഹം എൻ്റെ അടുക്ക് മാത്രമേ നടക്കൂ. അങ്ങനെയല്ല, എനിക്കിപ്പോ നിന്നോട് മാത്രമാണ് ഒരു ആഗ്രഹം തോന്നിയത്. അത് ഞാൻ തുറന്ന് പറയുകയും ചെയ്തു. അതൊന്ന് സാധിപ്പിച്ച് തരേണ്ടത് നിന്റെ ഒരു മനസ്സല്ലേ. അല്ല നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, നമ്മൾ പഠിക്കുമ്പേ നീ എന്നെ ശല്യപ്പെടുത്തുന്നു. എന്നാ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒഴിവാക്കുന്നു ചേച്ചി. കല്യാണം ഇപ്പോ നീ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കാതെ ചിലരൊക്കെ ഉണ്ടല്ലോ, നീ ഒരിക്കലും ഒഴിവാക്കാതെ. അത് നീ എന്ത് അങ്ങനെ പറഞ്ഞേ? നീ ആരെന്ന് വെച്ചാ എന്നെ കണ്ടത്? അതൊക്കെ ഉണ്ട് നന്ദിത. എനിക്ക് അഗീനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, അത് ഓർമ്മയുണ്ട്. ഞാൻ പലതവണ ഞാൻ അവന്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ കൂടെ കണ്ടത് ഞാൻ ഓനെ ഫ്രണ്ടായിട്ട് കണ്ടു. അത് ശരി. അപ്പോ അതൊന്നും കല്യാണം കഴിച്ചാൽ ആ ഫ്രണ്ട്, പണ്ടേ ഉള്ള ആ ഫ്രണ്ടിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇല്ല. അത് നമ്മൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അത് ശരി. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ കൊണ്ട് നടക്കുന്ന നിനക്ക് എന്തുകൊണ്ട്? കാരണം വെറും ഫ്രണ്ട് അല്ലാന്ന് എനിക്കറിയാം. അത് നിനക്കും അറിയാം. അഗി വെറും ഒരു ഫ്രണ്ട് അല്ലാന്ന്. അല്ല ഒരു നീ എവിടെ ഉം, വെച്ചിട്ടാണ് കണ്ടത്? അത് ഞാൻ നിരത്താൻ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ നിരത്തേണ്ടി വരും. അല്ല അവന്റെ കൂടെ പോകുന്നു ചോദിച്ചിട്ട് നിന്റെ കൂടെ വരണമെന്നില്ലല്ലോ. അത് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇത് ഒരാളുടെ കൂടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഞാൻ പല രീതിയിലും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം പണ്ടേ ഉണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തേ പറഞ്ഞതാണ്. അപ്പോഴേ നീ അഖിലുമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നത് എനിക്കറിയാം. ഞാൻ എന്നിട്ട് അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അല്ല അഗീന്റെ ഒന്നിച്ച് നടക്കുന്നത് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം ഉണ്ടായിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതുപോലെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് നടക്കാൻ പോകുന്നില്ല എന്ന് തീർത്തങ്ങ് പറയല്ല. അത് ഞാനും കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്ക് നന്ദിതേനെ അത്ര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, വേറൊന്നും വേണ്ട. ഒരു ഒറ്റ തവണ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി. നമുക്ക് നല്ല രീതിയിൽ പിരിയാം. പിന്നെ അല്ല ഒരിക്കലും ഞാൻ വന്നില്ലെങ്കിൽ ശല്യപ്പെടുത്തൂല. നീ എന്നാ ചെയ്യാ? വന്നില്ലെങ്കിൽ എന്നാ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എടുത്തില്ലെങ്കിലോ? എടുത്തിട്ടില്ലെങ്കിൽ നീ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. ഞാന് നീ ഉള്ളിടത്തൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ട്, ഞാൻ വരാറുണ്ട്. പക്ഷെ മുന്നിൽ വന്ന് ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ മുന്നിലോട്ട് വരാതിരുന്നത്. ആ, അല്ല നിനക്കിപ്പോ ഞാൻ എവിടെയാ വരേണ്ടത്? അത് പറ. ഉറപ്പായിട്ടും വരുമെങ്കിൽ ഞാൻ ഒരു സ്ഥലം പറയാം. വരാൻ തയ്യാറാണെങ്കിൽ അതെ പറ്റിപ്പാണോ? അല്ല നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യൊന്നും വേണ്ട. അതിൽ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അയ്യോ അല്ലല്ല, ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇതിന് മുന്നേ എപ്പോഴേ ചെയ്യാം, എന്തൊക്കെ രീതി ചെയ്യാം. അതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് എന്തുകൊണ്ട് അഖിലിനെയൊക്കെ കാണുമ്പോൾ എന്നെയും കണ്ടുകൂടാ? രണ്ട് ഫ്രണ്ട്സുകാർ എന്താ പ്രശ്നം? അങ്ങനെ ഇപ്പൊ എല്ലാരെയും ഒരുപോലെ കാണാൻ പറ്റുമോ? ഞാന് അഗീനെ കല്യാണം കഴിക്കാൻ വിചാരിച്ചതല്ലേ, അത് നടന്നില്ല. അതെ. അതുപോലെ ഇപ്പൊ നിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാൻ ഞാൻ അങ്ങനെ വിചാരിച്ചു പോയിരുന്നു. നീ അഖിലിനെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചതുപോലെ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിന്നെ കല്യാണം കഴിക്കണം എന്ന് ഞാനും ആഗ്രഹിച്ചു പോയി. അതിന്റെ ഒരു ഇതാണ് ഞാനും
ഇങ്ങനെ നിന്നെ കാണുമ്പോഴേ എനിക്കും അങ്ങനെ ഒരു ഇഷ്ടം. അങ്ങനെ ഞാൻ ആവാലോ. ഞാൻ പറഞ്ഞില്ലേ പോട്ടെ. ഞാൻ എവിടെയാ വരേണ്ടത് അത് പറഞ്ഞാൽ മതി. പിന്നെ ശല്യം ചെയ്യില്ലല്ലോ. പിന്നെ ശല്യം ചെയ്യൂല. എന്നിട്ട് ഇടയ്ക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉദ്ദേശം നിന്റെ ഇതന്നെ ആയിരിക്കൂലേ? അങ്ങനെ ഉദ്ദേശം എല്ലാരും ഉദ്ദേശം അതൊക്കെ തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം നീ പറഞ്ഞെടുക്ക വരേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഏതാ? അല്ല, നീ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടെന്ന് ശല്യം ചെയ്യാനാണെങ്കിൽ നീ ഇപ്പം പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇല്ല, പിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിച്ചാല് പിന്നെ ആ രണ്ടുപേർക്കും ശല്യമില്ലല്ലോ. ഇത് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതെ കൊണ്ട് അല്ലേ നിനക്കത് ശല്യമായിട്ട് തോന്നുന്നത്. അങ്ങനെയല്ല, നീ വരണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു പ്രാവശ്യം വന്നാല് നീ അത് വെച്ച് എന്നെ മുതലെടുക്കൂല. പിന്നെയും അതൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചേ. അങ്ങനെയൊന്നും ചെയ്യൂല. എന്റെ സത്യം പറഞ്ഞാല് നിന്നെ കണ്ട അന്ന് മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അവസരവും കിട്ടിയില്ല. ഞാനിപ്പോ നിന്റെ നമ്പർ കുറച്ച് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയ അത് മുതലാണ് നിന്റെ നമ്പർ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ കുറെ നിന്റെ നമ്പർ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടാല് അതുകൊണ്ട് തന്നെയാ ഞാൻ എടുക്കാത്തത്. എടുക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ എന്തായാലും വിളിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഒരു മനസ്സിന്റെ ഒരു തൃപ്തി അത് ഞാൻ തന്നെ കണ്ടെത്തണ്ടേ. അതല്ലേ നീ നമ്പർ മാറ്റി മാറ്റി വിളിക്കുന്നല്ലേ? അങ്ങനെയല്ല, നിന്നെ എനിക്ക് സംസാരിക്കാൻ കിട്ടാൻ വേണ്ടിയല്ലേ. നീ ഒരു ഫോണൊന്ന് എടുത്ത് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അത്രേ ഉള്ളൂ. അല്ല, എന്റെ ഹസ്ബൻഡാണ് ഈ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നീ എന്ത് വേണം പെട്ടെന്ന് നിന്റെ ഫോണിൽ വരുന്ന നമ്പർ അത് ഞാൻ അന്നേരം എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നു. നീ പെട്ടെന്ന് എടുത്ത് സംസാരിച്ചിട്ട് കാര്യം ഒരു തീരുമാനത്തിലെത്തിക്കുമല്ലേ വേണ്ട നേരം. ശരി, നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരാം. എവിടെയാണെന്ന് ഞാൻ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇട്ടിട്ട് നീ ഇത് പറയാൻ കാണുമോ? ഇല്ല. എന്നാല് ഞാന് നിനക്കും കൂടി പറ്റുന്നൊരു നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വരുമല്ലോ അല്ലേ? പിന്നെ നീ ഇതില് കോള് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പ് തരണം. അല്ല, പിന്നെ ഞാൻ ഇതിൽ കോൾ ചെയ്യൂല. പിന്നെ ഒരു കാര്യം കൂടി, ഇനി ഈ വിവരം നീ അഖിലോട് പറയാൻ നിൽക്കണ്ട. ഇല്ല, ഇപ്പം പറയുന്നില്ല. അപ്പൊ പിന്നെ പറയുന്നതാണോ? അങ്ങനെയല്ല, നീ പിന്നെയാണ് ശല്യം ചെയ്യുന്നെങ്കിൽ എനക്ക് ആരോടൊന്നും പറയേണ്ടി വരും. നീ ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ശല്യം ചെയ്യാനാ? പിന്നെ ശല്യമൊന്നും ചെയ്യില്ല. ഇത് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിക്കരുത്. അല്ല, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞില്ലേ തുറന്നിട്ട്. അതന്നെയല്ലേ ഉദ്ദേശം. എന്തായാലും ഇനിയിപ്പോ എനിക്ക് നിന്നെ കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു തവണയെങ്കിലും അപ്പൊ അതുകൊണ്ട് ഒരു തവണയെങ്കിലും കല്യാണം കഴിച്ച പോലെ അങ്ങ് ജീവിക്കാലോ ഒരു കുറച്ച് സമയം. ഒരു പ്രാവശ്യമായാല് കല്യാണം കഴിച്ച പോലെ ആവുമോ? ഇല്ലല്ലോ. അതില്ല, പക്ഷെ ഒരു തവണ ആയാലും ഞാൻ അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടോളാം. എന്താ? പിന്നെ എല്ലാവർക്കും അഖിലാകാനൊന്നും പറ്റൂലല്ലോ. നീ അഖിലിനെ പിടിച്ചിട്ട് പറയണ്ട. എനിക്ക് അല്ല, ഞാന് എവിടെയാ വരണ്ടേന്ന് നീ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വരാം. അത് ഉറപ്പായിട്ടും. ഒരു പ്രാവശ്യം ഞാനത് നല്ല സ്ഥലം ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് ഓക്കെ ആണെങ്കിൽ അത് ഇത് കുറച്ച് സമയം കിട്ടുന്ന രീതിയിൽ വരണം. പെട്ടെന്ന് വന്നിട്ട് പോണെന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയിലല്ലാണ്ട് അങ്ങനെ വരണം. ഞാൻ നോക്കാം. നോക്കട്ടെ. അപ്പോൾ ഞാൻ നാളെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വിളിക്കുക വേണ്ട, മെസ്സേജ് ഇടുക വേണ്ടേ? മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ വിളിക്കാൻ പറ്റുന്നെങ്കിൽ വിളിക്ക്, എന്തെങ്കിലും ചെയ്യും. ഫോൺ എടുക്കണം. ഞാൻ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കുക. നീ അങ്ങനെ എടുത്തല്ലേ പറ്റൂ. അത്രേ പറ്റൂ. ശരി.